നമ്മുടെ പുതിയ ചാപ്റ്ററിൻ്റെ പേരാണ് ഫർദർ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ. അതായത് ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ് അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോരോ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാം അല്ലേ, നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണുള്ളത്, അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്കൊരു ഡെഫിനിഷൻ അറിയണം, എന്താണ് ഒരു സ്മൂത്ത് ഫങ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. എ ഫങ്ഷൻ ഈസ് said to be a smooth if it has a continuous first derivative. A smooth curve is the graph of a smooth function. അതായത് ഒരു ഫങ്ഷന് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ, അതായത് ഒരു കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ആ ഫങ്ഷനാണ് നമ്മൾ എന്ത് ഫങ്ഷൻ എന്ന് പറയുക, സ്മൂത്ത് ഫങ്ഷൻ എന്ന് പറയുക. ആ സ്മൂത്ത് ഫങ്ഷൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ സ്മൂത്ത് കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് എ ഫങ്ഷൻ വിത്ത് കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോൾ ഗ്രാഫിക്കലി നമുക്ക് എന്താ പറയുക, ബ്രേക്ക് ഇല്ലാത്തതല്ലേ, ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല, ഒരു ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങ് പോകണം ഗ്രാഫ്, കണ്ടിന്യൂസ് ആയിട്ട്. ഡെഫിനിഷനൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല, നമ്മൾ മുന്നേ പഠിച്ച ഡെഫിനിഷൻസാണ്. നെക്സ്റ്റ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലെങ്ത്സ് ഓഫ് പ്ലെയിൻ കേർവ്സ്. അതായത് പ്ലെയിൻ കേർവ്സിൻ്റെ ലെങ്ത് എങ്ങനെ കാണാം, ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ലെങ്ത് കാണാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. സപ്പോസ് ദാറ്റ് ദി ഫങ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി. ഒരു ഫങ്ഷൻ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആണ്, അതായത് ഇതിനിടയിലുള്ള എല്ലാ പോയിൻറ്റ്സിലും എയും ബിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എല്ലാ പോയിൻറ്റ്സിലും ഫങ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ആൻഡ് ദാറ്റ് ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സിസ്റ്റ്. മാത്രമല്ല ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതും ഈ ക്ലോസ്ഡ് എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ, അതായത് സ്മൂത്ത് ആണല്ലേ, ഫങ്ഷൻ എന്താണ്, സ്മൂത്ത് ഫങ്ഷനാണ്. സ്മൂത്ത് ആണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ലെങ്ത്ത്, ഈ ക്ലോസ്ഡ് എ ബിയിലുള്ള ഫങ്ഷൻ്റെ ലെങ്ത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ ലെങ്ത്ത് എൽ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 + dy/dx ഹോൾ സ്ക്വയർ dx. അതായത് dy/dx എന്ന് പറഞ്ഞാൽ വൈ ഡാഷ്, ദാറ്റ് ഈസ് എ ടു ബി root of 1 + f dash x whole square or 1 + y dash whole square dx. ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് ഒരു ഗ്രാഫ് ഉണ്ട്, ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്, എവിടെയും ബ്രേക്ക് ഒന്നുമില്ലേ. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. എ ടു ബി ആണ് ഡിഫൈൻ ചെയ്തതെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത്ത് ഫങ്ഷൻ y = f(x) ആണ്. അതിൻ്റെ ലെങ്ത്ത് എന്താ, എ ടു ബി റൂട്ട് ഓഫ് 1 + dy/dx ഹോൾ സ്ക്വയർ. ഈ ഫോർമുല നമുക്ക് ആവശ്യമുള്ളൂ. അതായത് ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് പറയുന്നത് ലെങ്ത് ഓഫ് പ്ലെയിൻ കേർവ്സ്. ഇനി നമുക്ക് ചിലപ്പം കേർവിൻ്റെ ഇക്വേഷൻ x = g(y) ഫോമിൽ തരാം. അപ്പോൾ വൈൻ്റെ ലിമിറ്റാണ് തരിക c to d. അങ്ങനെയാണെങ്കിൽ ഇത് നേരെ തിരിഞ്ഞിട്ട് എന്തായിട്ട് മാറും, c to d റൂട്ട് ഓഫ് 1 + എക്സിലാണ് ഫംഗ്ഷനെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക dx/dy ഹോൾ സ്ക്വയർ dy. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, dy-യിലാണ്. അതായത് c to d റൂട്ട് ഓഫ് 1 + g'(y) ഹോൾ സ്ക്വയർ dy. അപ്പോൾ പ്രോബ്ലം തരുന്നതിനനുസരിച്ച് നിങ്ങൾ വേണ്ട ഫോർമുല യൂസ് ചെയ്തോളാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ലെങ്ത് ഓഫ് പ്ലെയിൻ കേർവ്സ്, പ്ലെയിൻ കേർവിൻ്റെ ലെങ്ത് കാണാൻ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യാം. ഇതാണ് ഫോർമുല. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഗ്രാഫ് ഓഫ് ദി ഫങ്ഷൻ f(x) = x⁴/8 + 1/4x² ഓൺ 1, 3. ഓക്കെ, ഈ ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്, നമുക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം f ഡാഷ് എക്സ് കണ്ടു വെക്കണം. f ഡാഷ് എക്സ് നോക്കുക, x⁴ ഡെറിവേറ്റീവ് 4x³ 8 അതേപോലെ എഴുതിയിട്ടുണ്ട്, 1/4. x⁻²ൻ്റെ ഡെറിവേറ്റീവ് എന്താ, -2 x⁻3. അപ്പോൾ എന്ത് വരും, f ഡാഷ് എക്സ് x³ 4ഉം 8ഉം കട്ട് ചെയ്താൽ 2 അല്ലേ, x³ 2 -2 4ഉം കൂടി കട്ട് ചെയ്ത് താഴെ ഒരു 2 ഉണ്ടാവും. ഈ നെഗറ്റീവാണ് ഞാനിവിടെ ഇട്ടത്. x⁻³ താഴെ വന്നാൽ x³ 1/2 x³. ഇതാണ് f ഡാഷ് എക്സ്. ദെൻ എൽ കാണുന്ന ഫോർമുല എന്താ, എ ടു ബി റൂട്ട് ഓഫ് 1 + f ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ dx. അതായത് 1 to 3 റൂട്ട് ഓഫ് 1 + f ഡാഷ് എക്സ് ഇതായി കണ്ടുവെച്ചത് അതേപടി എഴുതി സ്ക്വയർ dx. ഇതിന് a-b ഹോൾ സ്ക്വയർ ഫോമിലാക്കി എക്സ്പാൻഡ് ചെയ്യുക. അതായത് 1 to 3 റൂട്ട് ഓഫ് 1 + ഇതിൻ്റെ a സ്ക്വയറാണ് ഫസ്റ്റ്, അതായത് x⁻6 2 × 4 -2ab എന്ന് പറയുമ്പോൾ 2 × x³ 2 × 1/2 x³ പ്ലസ് b² എന്ന് പറഞ്ഞാൽ 1/4 x³ x³ സ്ക്വയർ x⁻6 dx.
1 to 3 1 പ്ലസ് എക്സ് റേസ് ടു 6/4 മൈനസ് ഇത് കട്ടായി പോയാൽ x ക്യൂബും 2x ക്യൂബും കട്ടായ ബാക്കി ഒരു 1/2 മാത്രം ഉണ്ടാവും പ്ലസ് 1/4 എക്സ് റേസ് ടു 6 dx. ഓക്കെ, ഇനി ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? 1 to 3 റൂട്ട് ഓഫ് ഇത് എക്സ് ക്യൂബ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അതേപോലെ ഇത് 1/2 എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ആണ് പ്ലസ് 1/2 ആണ്. അതായത് ഇത് ഏത് ഫോമിലുള്ളത്? എക്സ് ക്യൂബ് ബൈ 2 പ്ലസ് 1/2 എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ഫോമിലല്ലേ ഉള്ളത്? എ സ്ക്വയറും ബി സ്ക്വയറും 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഈ ടേമും ചെയ്താൽ 1/2 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ 1 to 3 റൂട്ട് ഓഫ് എക്സ് ക്യൂബ് ബൈ 2 പ്ലസ് 1/2 എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. അതായത് 1 to 3 റൂട്ടും സ്ക്വയറും ഉള്ളവ റൂട്ട് പോയി എക്സ് ക്യൂബ് ബൈ 2 പ്ലസ് 1/2 എക്സ് ക്യൂബ് ഡി എക്സ്. ഇനി ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് ക്യൂബിന് ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു 4/4 ഈ 2 ഇവിടെ തന്നെ ഉണ്ട് പ്ലസ് 1/2 ഞാൻ പുറത്ത് വെച്ചു. എക്സ് റേസ് ടു -3 ആണ്. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു -3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -3 പ്ലസ് 1 to 3. അപ്പം എക്സ് റേസ് ടു 4 ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 8 മൈനസ് ഈ നെഗറ്റീവ് ഇവിടെ വന്നു മൈനസ് 1/2 ആണ്. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു -2 ഉണ്ട്. രണ്ടും കൂടി 1/4 ആയി മൈനസ് ഇവിടെ ഇട്ട്. ഇത് എക്സ് റേസ് ടു -2 ലിമിറ്റ് 1 to 3. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഫസ്റ്റ് 3 കൊടുത്താൽ 3 റേസ് ടു 4/8 മൈനസ് 1/4 3 സ്ക്വയർ. ഇത് താഴേക്ക് വന്നാൽ 3 സ്ക്വയർ ആയി. എക്സ് റേസ് ടു -2 താഴെ ആകുമ്പോൾ എക്സ് സ്ക്വയർ ആയില്ലേ. മൈനസ് ലോവർ ലിമിറ്റ് എന്താ? 1/8 മൈനസ് 1/4 ഇൻറ്റു 1 സ്ക്വയർ അല്ലേ. ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടും 92/9 എന്ന് കിട്ടും ആൻസറായി. അപ്പോൾ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ അറിയണം, ടേംസ് ഒന്നും തെറ്റിക്കാനും പാടില്ല. നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദി സെമി ക്യൂബിക്കൽ പരാബോള y square equal to x cube extending from the origin to the point 1 1. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് y square equal to x cube ആണ് അല്ലേ. സെമി ക്യൂബിക്കൽ പരാബോളൻ്റെ ഇക്വേഷൻ ആണത്. ഇനി അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള പോയിൻ്റ് ഏതാ? ഒറിജിനിൽ നിന്ന് 1 1 നമ്മൾ ലെങ്ത്ത് കാണുന്ന ഫോർമുല എന്താ? ഇൻറ്റഗ്രൽ ഓഫ് a to b റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ് അല്ലേ. എക്സിലുള്ള ചേഞ്ചാണ്. എ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? എ നിന്ന് ബിയിലേക്ക് പോകുക പറഞ്ഞാൽ എക്സിലല്ലേ. നേരത്തെ ഞാൻ ഗ്രാഫ് വരച്ചപ്പോൾ കാണിച്ചില്ലേ, എക്സ് ആക്സിൻ്റെ മോൾ എക്സിലല്ലേ ചേഞ്ച് ചെയ്യുന്നത് ഡി എക്സ് ആവുന്ന സമയത്ത് അല്ലേ. അതായത് 0 0 എന്ന് 1 1 പറഞ്ഞാൽ എക്സ് 0 എന്ന് എന്താവുക? 1 ആവുക. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കേണ്ടത് 0 to 1 ആണ്. ഇനി വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. ഇവിടെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യണം. അതായത് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2y dy/dx. ഇത് 3x². അപ്പോൾ dy/dx എന്താ കിട്ടുക? 3x²/2y. ദാറ്റ് ഈസ് L ഈക്വൽ ടു 0 to 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ സ്ക്വയർ 3x²/2y ഹോൾ സ്ക്വയർ. ഇനി എന്താ ഇതിൻ്റെ സ്ക്വയർ? 0 to 1 റൂട്ട് ഓഫ് 1 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 x² 4 x റേസ് ടു 4 2ൻ്റെ സ്ക്വയർ 4 വൈൻ്റെ സ്ക്വയർ y² dx. ദെൻ 0 to 1 റൂട്ട് ഓഫ് 1 പ്ലസ് 9x റേസ് ടു 4/4x³ dx. അതായത് ഈ y വെച്ച് നമുക്ക് x ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ y² പകരം നമുക്കറിയാം x³ ആണ്. അത് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ദാറ്റ് ഈസ് 0 to 1 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് റേസ് ടു 4 x³ കട്ടായ മോളൊരു x അല്ലേ ഉണ്ടാവും 9/4x dx. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 0 to 1 1 × 4 4 പ്ലസ് 9x ഡിവൈഡഡ് ബൈ 4 dx. ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 4 പോന്നാൽ ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1/2 അല്ലേ ഉണ്ടാവുക. ഡിനോമിനേറ്ററിലല്ലേ 4 ഉള്ളത്. അപ്പോൾ 1/2 0 to 1 റൂട്ട് ഓഫ് 4 പ്ലസ് 9x dx. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഫോർമുല ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഇതിന് u കൊടുക്കുക. പുട്ട് u ഈക്വൽ ടു 4 പ്ലസ് 9x. ദെൻ du/dx ഈക്വൽ ടു 4ൻ്റെ 0 9 dx ഈക്വൽ ടു ഈ 9 വന്നാൽ du/9 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇനി ലിമിറ്റ് മാറ്റണം. കാരണം യുയിലേക്ക് മാറ്റുമ്പോൾ എക്സിലുള്ള ലിമിറ്റ് മാറ്റണം. എക്സ് 0 ആയിക്കഴിഞ്ഞാൽ യു എന്താ 4, എക്സ് 1 ആയിക്കഴിഞ്ഞാൽ യു എന്താ 4 പ്ലസ് 9 13. അപ്പോൾ 4 to 13 ആയിട്ട് മാറും. 1/2 4 to 13 റൂട്ടിൻ്റെ ഉള്ളിലുള്ള 4 പ്ലസ് 9x യു കൊടുത്തു. അപ്പോൾ ഇത് യു ഡി എക്സിന് പകരം du/9. ഓക്കെ, അപ്പോൾ 1/2 4 to 13 യു റേസ് ടു 1/2 dx. ഈ 9 പോന്നിട്ടുണ്ട്. 1/2 × 9 1/18 ആവും. യു റേസ് ടു 1/2 ഇൻറ്റഗ്രൽ എന്താ? യു റേസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1 ലിമിറ്റ് 4 to 13 ദാറ്റ് ഈസ് 1/18 യു റേസ് ടു 3/2 3/2 4 to 13.
ഇനി 3/2 ഇതിൻ്റെ കൂടെ വന്നാൽ 2/3 ആയിട്ട് മാറും. 2/3 ഇൻറ്റു 18 അപ്പർ ലിമിറ്റ് 13 മൈനസ് ലോവർ ലിമിറ്റ് 4 ബ്രാക്കറ്റിൻ്റെ പുറത്ത് 2 ക്യാൻസലായ 9 ഇൻറ്റു 3 27 1/27 13 ഹോൾ ക്യൂബ് എന്ന് എഴുതാം മൈനസ് 4 അപ്പോൾ 1/27 ഇൻറ്റു എന്ത് കിട്ടും? u3/2 എന്ന് പറഞ്ഞാൽ u 1/2 അല്ലേ. അപ്പോൾ 13√13 രണ്ടും കൂടി 13 ആയിട്ട് മാറും. മൈനസ് 4 ആണ് 2 ക്യൂബ് 8. അപ്പോൾ ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. കറക്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇത്രത്തോളം എത്തിയാൽ മതി. ഇനി കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിമിറ്റൊക്കെ ശ്രദ്ധിക്കണം. ലെങ്ത്ത് കാണുന്ന ഫോർമുലയിൽ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം.